ഹലോ ആൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിനെ കുറിച്ചായിരുന്നു. ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറിൽ നമുക്ക് ബുദ്ധിസം ഇവോൾവ് ചെയ്തത്, അതേപോലെ ബുദ്ധിസ്റ്റിലുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കാര്യങ്ങളായിരുന്നു നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബുദ്ധിസ്റ്റിൻ്റെ എവല്യൂഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ അവിടുത്തെ മെയിനായിട്ടുള്ള സ്ട്രക്ചർ ഏതൊക്കെയാണെന്നുള്ള പറഞ്ഞു. സാഞ്ചി സ്തൂപ, അതേപോലെ സ്തംഭാസ്, ചൈത്യ ഹാൾസ്, വിഹാരാസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ സ്തൂപനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഈ സ്തൂപാസ് ഉണ്ടായത്, അതിൻ്റെ എവല്യൂഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് വരുന്നത് സാഞ്ചി സ്തൂപ എന്നിട്ടുള്ള മെയിനായിട്ടുള്ള ആ ഒരു ടൈമിലുണ്ടായിരുന്ന മെയിൻ സ്തൂപനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇതാണ് ഒരു സ്തൂപൻ്റെ മെയിൻ ഒരു എലിവേഷൻ എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ പാർട്സാണ് അവിടെ ലേബൽ ചെയ്തിട്ടുള്ളത്. ഒരു സ്തൂപയിൽ വരുന്നതാണ് മേലെ ഏറ്റവും ടോപ്പിൽ വരുന്നത് അംബർലാസ്, അതിൻ്റെ താഴെ മാസ്ത്, പിന്നെ റെയിൽസ്, പിന്നെ ഡോം, പിന്നെ വീണ്ടും വരുന്നതാണ് റെയിൽസ്, പിന്നെ ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് പോർഷനിൽ വരുന്നത് റെയിൽസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വെർട്ടിക്കൽ പില്ലർ പോലെയുള്ളത്, അതാണ് തോരണ എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4 സൈഡിലും ഉണ്ടാവും ഈ തോരണ. ഈ സ്തൂപൻ്റെ 4 സൈഡിലും തോരണാസ് ഉണ്ടാവും. ഈ തോരണാസ് എന്ന് പറയുന്നത് എൻട്രൻസ് പോലെ ഒരു ഗേറ്റ് വേസ് പോലെ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി വരുന്നതാണ് നമുക്ക് സാഞ്ചി സ്തൂപ. അതായത് ആ ടൈമിൽ ഈ സാഞ്ചി ഹിൽസിൻ്റെ മേലെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു 3 മെയിൻ സ്തൂപാസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാണ് സാഞ്ചി സ്തൂപ എന്ന് പറയുന്നത്. ഓക്കെ, അതായിരുന്നു ഈ 3 എണ്ണത്തിലും ഏറ്റവും വലിയൊരു സ്തൂപ എന്ന് പറയുന്നതാണ് സാഞ്ചി സ്തൂപ. ഓക്കെ, ഈ ഒരു സാഞ്ചി സ്തൂപ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അശോക ചക്രവർത്തിയുടെ ആ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ സാഞ്ചി സ്തൂപൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സ്തൂപൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു, അതിൻ്റെ ഒരു എലിവേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ബേസിക് ആയിട്ടൊരു സ്തൂപ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സാഞ്ചി സ്തൂപൻ്റെ ഡയഗ്രാം നോക്കുക, അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ശരിക്കും നോക്കുക. അതിലോരോ പാർട്സും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ കാണുന്നുണ്ടാവും ഗേറ്റ് വേ, പിന്നെ അതേപോലെ റെയിലിങ്സ്, ക്രോസ് ബാർസ്, അശോക പില്ലർ, ഹർമിക്ക, എഗ്, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ആ ഒരു വ്യൂവിൽ കാണാൻ പറ്റും. സാഞ്ചി സ്തൂപൻ്റെ ഡീറ്റെയിൽഡ് ഡയഗ്രാമാണത്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് സാഞ്ചി സ്തൂപൻ്റെ പ്ലാനും, അതുപോലെ തന്നെ മേലെ കാണുന്നതാണ് അതിൻ്റെ എലവേഷനും. ഓക്കെ, ഈ പ്ലാനിൽ നിങ്ങൾ കാണാൻ പറ്റും 4 സൈഡിലും തോരണാസ് വരുന്നത്. തോരണാസ് പറഞ്ഞാൽ ഗേറ്റ് വേ. ഓക്കെ, ഇതിന് ചുറ്റും റെയിലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റെയിലിങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് ആണ് ഈ 4 സൈഡിലും തോരണാസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിൽ വരുന്നതാണ് ഡോം, പിന്നെ ഏറ്റവും ടോപ്പിൽ ചൈത്ര, അതിൻ്റെ താഴെ വരുന്നത് ഹർമിക്ക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സാഞ്ചി സ്തൂപൻ്റെ പാർട്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിൽ ഓരോ പാർട്സിൻ്റെയും ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അപ്പർ ആംബുലേറ്ററിക്ക് വരുന്ന സ്റ്റെപ്പ് കാണാൻ പറ്റും, ഹാർമിക, പിന്നെ അതേപോലെ അംബർല, പിന്നെ വേദിക, പിന്നെ അപ്പർ ആംബുലേറ്ററി കാര്യങ്ങൾ, പിന്നെ അതേപോലെ ഈ ലോവർ ആംബുലേറ്ററി, അതായത് ഈ തോരണ കടന്നു കഴിഞ്ഞാൽ ലോവർ ആംബുലേറ്ററിക്കായിരിക്കും
പിന്നെ അതേപോലെ അപ്പർ ആംബുലേറ്ററിക്ക് സ്റ്റെപ്സ് വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. നമ്മൾ ആ എലിവേഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ സ്റ്റെയർസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സാഞ്ചി സ്തൂപൻ്റെ ഫ്രണ്ട് വ്യൂ, ആ തോരണ ഗേറ്റ് വേ ആയിട്ടുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പർ ആംബുലറി. ഓക്കെ, ഈ തോരണ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഈ ഒരു റെയിലിങ്സിൻ്റെ ഓരോ 4 സൈഡിലും വരുന്ന എൻട്രൻസസ് ആണ്. ഓക്കെ, ഇതിൽ 2 വലിയ കോളം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ 3 ഒറിസോണ്ടലായിട്ടുള്ള ബീംസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് കാർവ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും, സ്റ്റോണിൽ കാർവ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. എലഫൻസിൻ്റെ ഷേപ്സും അതുപോലെ ലയൺസിൻ്റെ ഹെഡ്സ്, ഈ കാര്യങ്ങളൊക്കെ അതിൽ കാർവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തോരണ ഗേറ്റ് വേ ടു ബി ബിൽഡ് ഈസ് വൺ അറ്റ് ദി പ്രിൻസിപ്പൽ എൻട്രൻസ് ഓൺ ദി സൗത്ത് സൈഡിലാണ് ഈ ഫസ്റ്റ് തോരണ ഗേറ്റ് വേ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു 3 ഹൊറിസോണ്ടൽ പാനൽസ് ഇതിൽ ഓരോ കോളത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് 10.36 മീറ്റർ ഹൈറ്റാണ് വരുന്നത്. വിഡ്ത്ത് എന്ന് പറഞ്ഞത് 3 മീറ്റർ. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞു ഇതിൽ കാർവ് ചെയ്തിട്ടുള്ളത് എലഫൻസിൻ്റെ ഫിഗേഴ്സും അതുപോലെ എലഫൻസിൻ്റെ സ്കൾപ്ചേഴ്സ്, ലയൺസിൻ്റെ ഹെഡ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാർവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് അതുപോലെ തന്നെ വരുന്നതാണ് നമ്മളിതിൻ്റെ ചുറ്റും റെയിലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു, റെയിലിങ്സ് അല്ലെങ്കിൽ വേദികാസ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ വേർട്ടിക്കലായിട്ടും വരുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിലൂടെ 3 എണ്ണം ഒറിസോണ്ടലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിഗർ അവിടെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു ടൈപ്പാണ് ഇതിൻ്റെ ചുറ്റും കൊടുത്തിട്ടുള്ളത് റെയിലിങ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു സാഞ്ചി സ്തൂപൻ്റെ ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഡയഗ്രാം ലേബലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യൂ. ഓക്കെ, അതിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു അശോക പില്ലർ. ഓക്കെ, ഇനി വരുന്നതാണ് മോണോലിത്തിക് പില്ലർ. മോണോലിത്തിക് പില്ലർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു കല്ലിൽ ചെയ്തിട്ടുള്ള പില്ലേഴ്സിനാണ് മോണോലിത്തിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫ്രീ സ്റ്റാൻഡിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊരു കോളത്തിൻ്റെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെ പോർഷൻസിന് നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ എന്ന്. ഓക്കെ, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പക്ക ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ക്യാപിറ്റലിന് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ക്യാപിറ്റലിന് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബെല്ല് ഓർ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ലോട്ടസ് ഓർ ഒരു ബെൽ ഷേപ്പിൽ ഒരു പീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു മോണോലിത്തിക് പില്ലറിന് എക്സാമ്പിളായിരുന്നു അശോക പില്ലർ. നമ്മളവിടെ സാഞ്ചി സ്തൂപൻ്റെ അടുത്ത് ആയിട്ട് ആ ഒരു ഫിഗറിൽ കണ്ടിട്ടുണ്ടാവും അശോക പില്ലർ. ഓക്കെ, ഇതിൻ്റെ ഏകദേശം ഹൈറ്റ് എന്ന് പറയുന്നത് 15 മീറ്ററാണ്. ഇത് ഒക്കെ പ്രൊപ്പോർഷനേറ്റായിട്ടും ഫൈനലി ബാലൻസ്ഡ് ആയിട്ടും ചെയ്തിട്ടുള്ള ഒരു പില്ലറാണ്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു 4 ലൈൻസിൻ്റെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് പക്ക സിമെട്രിക്കലാണ് ആ ഒരു ടോപ്പ് പോർഷൻ. ഓക്കെ, പിന്നെ അതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മെറ്റൽ വീല് 24 സ്പോക്സ് ഉള്ള. ഓക്കെ, ഈ ഒരു വീലിൻ്റെ പറയുന്നതാണ് വീൽസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ക്യാപിറ്റലിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ക്യാപിറ്റലിലാണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ലോട്ടസ്, ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബെല്ല് അല്ലെങ്കിൽ ലോട്ടസ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് സാഞ്ചി സ്തൂപനെ കുറിച്ച് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്, അത് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ അതിൽ ഓരോ പാർട്സ് നമ്മൾ പറഞ്ഞു, ലൈക്ക് തോരണ, റൈൽസ്, ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സ്കെച്ചസിൽ ചോദിക്കുന്നതാണ് അശോക പില്ലർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അതിൻ്റെ സ്കെച്ചസ് വരച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ.